അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡീപ് സ്റ്റേറ്റിനെതിരായിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചിരുന്ന ഒരാളാണ്. ആദ്യത്തെ അദ്ദേഹത്തിന്റെ ടേം പരിശോധിച്ച എല്ലാവർക്കും അറിയാം. ഡീപ് സ്റ്റേറ്റിനെതിരെ സംസാരിച്ച ആളാണ്. രണ്ടാമത്തെ ടേമിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് അദ്ദേഹം എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഡീപ് സ്റ്റേറ്റിന് വേണ്ട കാര്യങ്ങൾ നല്ല വെടിപ്പായിട്ട് വൃത്തിയോടെ ചെയ്തു കൊടുക്കുന്നുമുണ്ട് ട്രംപ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ട്രംപും ഡീപ് സ്റ്റേറ്റിന്റെ കണ്ണിയാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണുള്ളത്. അതായത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുന്നേ പറഞ്ഞത് എന്താണ്? ഞാൻ അധികാരത്തിൽ വന്നാൽ 100 ദിവസത്തിനുള്ളിൽ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കും. ഞാനായിരുന്നു പ്രസിഡന്റ് എങ്കിൽ ഒരിക്കലും ഈ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. ശരിക്കും യുക്രൈൻ റഷ്യ യുദ്ധം പ്ലാൻ ചെയ്തത് തന്നെ ഡീപ് സ്റ്റേറ്റ് ആകാനാണ് സാധ്യത. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ആയുധങ്ങൾ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആയുധങ്ങൾ പരീക്ഷിക്കാൻ എന്ത് ചെയ്യും രാജ്യങ്ങൾ? അതിന് ഇതുപോലുള്ള യുദ്ധങ്ങൾ അവർക്ക് ആവശ്യമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ യുക്രൈൻ എന്ന് പറയുന്നത് ഒരു ഇര മാത്രമാണ്. യുക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളെ അവരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് യൂറോപ്പും അമേരിക്കയും കൂടെ അവരുടെ ആയുധങ്ങൾ അവിടെ പരീക്ഷിക്കുകയാണ്. യുക്രൈൻ ആവശ്യം പോലെ ആയുധങ്ങൾ ഇവർ കൊടുക്കുന്നത് യുക്രൈനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഈ റഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ശക്തിയാണ്. എന്ന് വെച്ചാൽ അമേരിക്ക കഴിഞ്ഞാൽ സൈനിക ശക്തിയിൽ ലോകത്തെ 2ാം സ്ഥാനം റഷ്യക്കാണ്. ആ റഷ്യക്കെതിരെയാണ് യൂറോപ്പ് അമേരിക്ക അവരുടെ ആയുധങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ആയുധങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു ഇടം മാത്രമാണ് യുക്രൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയും യൂറോപ്പും നാറ്റോ എന്നും നേരിട്ട് യുദ്ധത്തിൽ ഇടപെട്ടുകൊണ്ട് യുക്രൈനെ സഹായിക്കാത്തത്. കാരണം അവർക്ക് വേണ്ടത് അവരുടെ ആയുധങ്ങൾ പരീക്ഷിക്കുക എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം. 2, റഷ്യ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ സിറിയയിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചു. അസർബൈജാൻ അർമേനിയ യുദ്ധത്തിൽ അമേരിക്ക ഇടപെട്ടു. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ, സൗദി അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയുമായിട്ടൊന്ന് അടുത്ത് വരുന്ന സമയത്താണ് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങുന്നത്. ഇപ്പൊ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്കെന്നല്ല, ലോകത്ത് ഒരു രാജ്യങ്ങൾക്കും റഷ്യയുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നില്ല. റഷ്യൻ ആയുധങ്ങൾ വാങ്ങാൻ താല്പര്യം കാണിച്ചിരുന്ന രാജ്യങ്ങൾക്കൊന്നും വാങ്ങാൻ പറ്റില്ല. കാരണം അമേരിക്കയുടെ ഉപരോധങ്ങൾ നിൽക്കുകയാണ്. റഷ്യ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ റഷ്യയുടെ ആയുധ കച്ചവടം പൂട്ടിച്ചു. വിവിധ രാജ്യങ്ങൾ റഷ്യയുമായി സഹകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കി. ഇന്നിപ്പോ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് റഷ്യയുമായിട്ട് സഹകരിക്കാൻ ഭയമാണ്. കാരണം അമേരിക്കയുടെയും യൂറോപ്പിന്റെയൊക്കെ ഉപരോധങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കച്ചവട താല്പര്യങ്ങൾ ഒരുപാടുണ്ട് അമേരിക്കയ്ക്കും യൂറോപ്പിനും. ഇത് മാത്രമല്ലെന്നേ, ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ തകർക്കാനും ഈ അവസരം അമേരിക്ക വിനിയോഗിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്താ പറഞ്ഞേ? ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ ഇറാൻ ഭരണകൂടം അടിച്ചമർത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ സൈനികമായിട്ട് ഇടപെടാൻ നിർബന്ധിതരാകുമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അമേരിക്കൻ സൈന്യം എന്ത് ചെയ്യും? ഇറാൻ ഭരണകൂടത്തിനെതിരെ യുദ്ധത്തിന് ഇറങ്ങുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇവിടെ ഇറാന്റെ വിഷയം എന്ന് പറയുന്നത് ഇറാന്റെ ഇന്റേണൽ മാറ്റർ ആണ് അല്ലേ? ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തോട് ഒരുപാട് പേർക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഇറാൻ ഭരണകൂടത്തിന്റെ ചില പ്രവർത്തികളോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുമായിട്ട് അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. മാത്രമല്ല, നമുക്കെതിരെ ഇറാൻ എന്തായാലും പാകിസ്ഥാൻ ഒന്നും നടത്തുന്ന പോലെ തീവ്രവാദ പ്രവർത്തനം ഒന്നും നടത്തുന്നുമില്ല. നമ്മൾ അത് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ നമ്മളുമായിട്ട് സൗഹൃദത്തിയിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ആ ഭരണകൂടത്തെ താഴെ ഇറക്കിയിട്ട് നാളെ ആരെ കൊണ്ടുവരാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്? ബംഗ്ലാദേശിൽ യൂനിസ് വന്നതുപോലെ അമേരിക്ക യൂറോപ്പും കൂടെ കെട്ടിയിറക്കുന്ന ഒരാളോ, അതോ പാകിസ്ഥാൻ ചാര സംഘടനയുടെ സഹായത്തോടെ ഒരു ഭരണാധികാരിയെ കൊണ്ടുവരുന്നതിനോ? അതിനാണോ നമ്മൾ കാത്തിരിക്കേണ്ടത്? അപ്പൊ ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ടത്, ഇറാന്റെ ഭരണകൂടം താഴെ വീഴുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഗുണമൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ കുറെ വിവരദോഷികളായിട്ടുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന കണ്ടു ഇറാന്റെ ഭരണകൂടം വീഴാൻ പോകുമ്പോൾ. നമ്മൾ ചാബഹാർ പോർട്ടിന്റെ ഡീല് ആരുമായിട്ടാണ് സൈൻ ചെയ്തത്? ഇറാനുമായിട്ടാണ് സൈൻ ചെയ്തത്. നമ്മൾ ബംഗ്ലാദേശിൽ അട്ടിമറി ഉണ്ടായപ്പോൾ എന്താ പറ്റിയെന്നറിയോ? ബംഗ്ലാദേശിൽ ഇന്ത്യക്ക് കിട്ടേണ്ടിയിരുന്ന പോർട്ടുകൾ പലതും യൂനിസ് സർക്കാർ നൽകേണ്ട എന്ന് തീരുമാനിച്ചു. ഷെയ്ഖ് ഹസീന ഗവൺമെന്റിന്റെ കാലത്ത് ഇന്ത്യയുമായിട്ട് ഉണ്ടാക്കിയ പല കരാറുകളെയും അവർ മരവിപ്പിച്ചു. നാളെ അമേരിക്കയുടെയോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെയോ താല്പര്യത്തിനുള്ള ഒരു ഭരണകൂടം ഇറാനിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ചാബഹാർ പോർട്ട് എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ ഭാവി എന്താവും? നമ്മൾ ബില്യൺ കണക്കിന് ഡോളറാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ കുറെ ആൾക്കാർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ്. ഇറാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ലേ, ഇറാന് 2 അടി കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന്. ഈ പറയുന്ന അമേരിക്കയുടെ യഥാർത്ഥ മുഖം നമ്മൾ മനസ്സിലാക്കണം. അമേരിക്ക എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ ബംഗ്ലാദേശിനെയൊക്കെ അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത്? അമേരിക്കയുടെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹം, ഇപ്പൊ ഇറാനില് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല, അല്ലെങ്കിൽ അവിടെ ഭരണകൂടം ഭയങ്കരമായിട്ട് ഇസ്ലാമികവൽക്കരണം നടത്തിയിരിക്കുന്നു, അതുകൊണ്ട് ജനങ്ങളോടുള്ള ഭയങ്കരമായ സ്നേഹം കവിഞ്ഞങ്ങ് ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സൗദി അറേബ്യയുടെ കാര്യത്തിൽ ഇത് തോന്നാത്തത്? 2018 ശേഷം മാത്രമല്ലേ സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കിട്ടിയത്? എത്രയോ കാലം സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് തനിച്ച് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇപ്പോഴും അത് പറ്റുമെന്ന് എനിക്ക് അറിയില്ല.
ഈ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ കുറച്ച് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ സൗദി അറേബ്യ ഭയങ്കര തീവ്രമായിട്ടുള്ള ഇസ്ലാമിക നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ആ സൗദി അറേബ്യയുടെ കാര്യത്തിൽ എന്താ ഇങ്ങനെയൊന്നും അമേരിക്കയ്ക്ക് തോന്നാത്തത്? കാര്യം ലളിതമാണ്. സൗദി അറേബ്യ അമേരിക്കയുടെ സുഹൃത്താണ്, അമേരിക്ക പറയുന്ന അനുസരിക്കുന്ന സുഹൃത്താണ്. അതുകൊണ്ട് സൗദി അറേബ്യയുടെ കാര്യത്തിൽ ആ വിഷയമില്ല. ഇറാന്റെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു എന്ന് വെച്ചാൽ ഇറാൻ അമേരിക്കയെ എതിർക്കുന്ന രാജ്യമാണ്, അമേരിക്കയുടെ എഗൈനിസ്റ്റ് നിൽക്കുന്ന രാജ്യമായതുകൊണ്ട് ഇറാനിലെ കാര്യങ്ങൾ അമേരിക്കയ്ക്ക് പ്രശ്നമായിട്ട് തോന്നും, സൗദിയുടെ കാര്യങ്ങൾ അമേരിക്കയ്ക്ക് പ്രശ്നമായിട്ട് തോന്നില്ല. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ കാര്യം നമുക്ക് എടുക്കാം. പാകിസ്ഥാനും അമേരിക്കയും ചക്കരയും ഈച്ചയും പോലെയാണ്. ഇപ്പോൾ അത്രയ്ക്ക് ഒട്ടിയിരിക്കുകയാണ് രണ്ടുപേരും. എങ്ങനെയാണ് അമേരിക്കയെ പോലത്തെ ഒരു രാജ്യത്തിന് പാകിസ്ഥാനുമായിട്ട് സഹകരിക്കാൻ പറ്റുക? തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമല്ലേ പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തീവ്രവാദം നടത്തുന്നു എന്നുള്ളതിന് എത്രയോ തെളിവുകളുണ്ട്. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത ബിൻ ലാദൻ എന്ന് പറയുന്ന കൊടും ഭീകരവാദിയെ അമേരിക്കയുടെ തന്നെ സൈന്യം കയറി വധിച്ചത് പാകിസ്ഥാനിൽ വെച്ചാണ്. അപ്പൊ തീവ്രവാദികളെ തീറ്റിപ്പോറ്റുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അമേരിക്കയ്ക്കും അറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് അമേരിക്ക പാകിസ്ഥാനുമായിട്ട് സഹകരിക്കുന്നത്? ലളിതമാണ്. പാകിസ്ഥാൻ അമേരിക്കയുടെ അടിമയാണ്. അമേരിക്ക പറയുന്ന എന്തും അനുസരിക്കാൻ തയ്യാറാണ്. അമേരിക്കയുടെ കൂലി തല്ലുകാരാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് ഒരു കുഴപ്പമില്ല. നാളെ ഇപ്പൊ ഇറാൻ ഭരണകൂടം പറയാണ്, ട്രംപ് ജി നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളെ ഒന്ന് ഭരിക്കാൻ അനുവദിക്കും, നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ച് ഞങ്ങൾ കഴിഞ്ഞോളാമെന്ന് ഇറാൻ ഭരണകൂടം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രംപ് അങ്ങ് പ്രഖ്യാപിക്കും. പണ്ട് ഇറാൻ ഭരണാധികാരി പ്രശ്നമൊക്കെ ആയിരുന്നു. ഇന്ന് ഇദ്ദേഹത്തെ പോലത്തെ നല്ല മനുഷ്യൻ ഈ ലോകത്ത് വേറെ ഇല്ലാന്ന് പറയും. ഖമേനിയാണ് ലോകത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യൻ, അദ്ദേഹം സ്വന്തം അച്ഛനെ പോലെയാണെന്ന് വരെ പറഞ്ഞോളേം ട്രംപ്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിറിയയുടെ കാര്യം തന്നെ ഉദാഹരണം എടുക്കൂ. ഇപ്പോഴത്തെ സിറിയയുടെ പ്രസിഡന്റ് ആരാണ്? മുൻ കൊടും ഭീകരവാദിയാണെന്നേ. കൊടും ഭീകരവാദി. നിരവധി മനുഷ്യരെ നിഷ്കരണം കൊന്നു തള്ളിയ ഒരു ഭീകരവാദിയെയാണ് ട്രംപ് തോളിൽ തട്ടി അഭിനന്ദിച്ചത്. എന്നിട്ട് അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിച്ചുകൊണ്ട് ഈ സിറിയയുടെ പ്രസിഡന്റ് ആക്കി ഇരുത്തിയത്. അപ്പോ സിറിയയില് റഷ്യൻ അനുകൂല ഭരണകൂടമാണ് അധികാരത്തിലുണ്ടായിരുന്നത്. അവരെ ചവിട്ടി പുറത്താക്കിയിട്ടാണ് ഭീകരവാദിയുടെ കയ്യിലേക്ക് ഭരണം കൊടുത്തത്. കാരണം ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞു കാണും, സിറിയയിലെ പ്രസിഡന്റ് പറഞ്ഞാണ് ഞാൻ അമേരിക്ക പറയുന്നതൊക്കെ അനുസരിച്ച് നിന്നോളാമെന്ന്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് പ്രിയപ്പെട്ടവരായിട്ട് മാറി. ഇത്രയേ ഉള്ളൂ കാര്യം. അമേരിക്കയുടെ കൂടെ നിൽക്കുന്നവരെല്ലാവരും നല്ലവര്, അമേരിക്ക എതിർക്കുന്നവരൊക്കെ മോശമായിട്ടുള്ള ആൾക്കാർ. അങ്ങനെയാണ് അമേരിക്ക കാണുന്നത്. അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളിൽ ജനാധിപത്യം ഉണ്ടോ എന്നൊന്നും അമേരിക്ക നോക്കില്ല. പക്ഷെ അമേരിക്കയെ ഏതെങ്കിലും തരത്തിൽ എതിർക്കുന്ന രാജ്യങ്ങളോ അല്ലെങ്കിൽ സ്വതന്ത്രമായ ഫോറിൻ പോളിസി പിന്തുടരുന്ന രാജ്യങ്ങളോ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ജനാധിപത്യം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അമേരിക്ക കൊമ്പ് കുലുക്കി മുമ്പോട്ട് വരും. ഉദാഹരണത്തിന് ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം എടുക്കാം. അവിടെ എവിടെയാണ് ജനാധിപത്യം ഇരിക്കുന്നത്? സൗദിയിൽ ജനാധിപത്യം ഉണ്ടോ? ഖത്തറിലുണ്ടോ? ഒമാനിലുണ്ടോ? അല്ലെങ്കിൽ കുവൈറ്റിലുണ്ടോ? ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത് ജനാധിപത്യം ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അമേരിക്കയ്ക്ക് അതിൽ ഒരു കുഴപ്പമില്ല. ഇന്ത്യയിലെങ്ങാനും തുടർച്ചയായിട്ട് ഒരു ഭരണകൂടം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അമേരിക്കയിലെ മറ്റേ ബുദ്ധിജീവികൾ എഴുതി തുടങ്ങും, ഇന്ത്യയിലെ ഇലക്ഷൻ അട്ടിമറി നടക്കുന്നു, ഇന്ത്യയിലെ ജനാധിപത്യം ഇല്ലാതാകുന്നുവോ, ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് തന്നെയാണ് റഷ്യയുടെ കാര്യത്തിലും. റഷ്യയിലാണെങ്കിലും ജനാധിപത്യം ഉടനെ ജനാധിപത്യം ഇല്ലാതാകുന്നു, ലോകം വലിയ അപകടത്തിൽ, ഇന്ത്യ വലിയ അപകടത്തിൽ. ഇതേ അമേരിക്കൻ പ്രസിഡന്റ് മറ്റേ ഖത്തർ രാജാവ് കൊടുക്കുന്ന വിമാനം ഒരു ഉളുപ്പും ഇല്ലാതെ വാങ്ങാൻ അയാൾക്ക് ഒരു മടിയുമില്ല. ഗൾഫ് രാജ്യങ്ങളിൽ ജനാധിപത്യം വേണമെന്നുള്ള ഒരു ചിന്ത അവർക്കില്ല. ഇനി എത്രയോ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോഴും ജനാധിപത്യം ഇല്ല. മാത്രമല്ല പേരിന് മാത്രം ജനാധിപത്യമുള്ള രാജ്യങ്ങൾ പോലും ഇല്ലേ. അവിടെ ഒന്നും അമേരിക്കയ്ക്കും യൂറോപ്പിനും കുഴപ്പമില്ല. പക്ഷെ ഇന്ത്യ, റഷ്യ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യം നിർബന്ധമാണ്. അതാണ് അമേരിക്കയുടെ പോളിസി. അപ്പൊ അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഇറാനെതിരെ 4 ഡയലോഗ് അടിക്കുന്ന കണ്ടുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർ തുള്ളാൻ നിൽക്കേണ്ട കാര്യമില്ല. കാരണം അമേരിക്കയ്ക്ക് ഇതിൽ വലിയ താല്പര്യങ്ങളുണ്ട്. അമേരിക്കയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായി കഴിഞ്ഞു എന്നതിൽ ഇനി ഒരു സംശയവും നമുക്ക് വേണ്ട. കാരണം എന്താണോ മുൻകാലങ്ങളിൽ ഒബാമ അടക്കമുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ട്രംപും ചെയ്യുന്നത്. അതായത് റഷ്യ ഒരു വശത്ത് യുക്രൈനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റഷ്യൻ അനുകൂലമായ ഭരണകൂടങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന ജോലിയാണ് അവരിപ്പോൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് നേരത്തെ അവർ ചെയ്തത് സിറിയ, ഇപ്പൊ ഇറാനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. ഇതേ സമയം തന്നെ അമേരിക്ക വെനസ്വേലയെ ടാർഗറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വെനസ്വേലയും ഇറാനും എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളാണ്. അപ്പൊ ഈ രാജ്യങ്ങളിൽ അമേരിക്കൻ അനുകൂല ഭരണകൂടങ്ങളെ കൊണ്ടുവരിക എന്നുള്ളത് ഒരുപക്ഷെ അമേരിക്കയുടെ ഒരു ലോങ് ടേം പദ്ധതിയായിരിക്കും. അതിലൂടെ ഈ രാജ്യങ്ങളിൽ അമേരിക്കൻ കമ്പനികൾക്ക് സ്വാധീനം ഉണ്ടാക്കാനും ഖനനം നടത്താനും ഈ രാജ്യങ്ങളിലെ എണ്ണ സംഭരണത്തിന്റെ കുത്തക കൂടി അമേരിക്കയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും കഴിയും. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ കൺട്രോളിൽ അല്ലാത്ത എണ്ണ നിക്ഷേപമുള്ള 3 രാജ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് വെനസ്വേല, ഒന്ന് ഇറാൻ, മറ്റൊന്ന് നമ്മുടെ റഷ്യയാണ്. റഷ്യയെ തൽക്കാലം അമേരിക്കയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. റഷ്യ വളരെ പവർഫുൾ ആണ്, അവരുടെ കൈവശം ആണവായുധവുമുണ്ട്. അതുകൊണ്ട് അമേരിക്ക ഒരു പരിധി വിട്ട് റഷ്യയുടെ എതിരെ കളിക്കാൻ പോവില്ല. എങ്കിൽ ആണവ യുദ്ധം സംഭവിക്കുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം. പക്ഷേ റഷ്യയെ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ എൻഗേജ്ഡ് ആക്കി നിർത്തിക്കൊണ്ട് വെനസ്വേലയിലും അതുപോലെ ഇറാനിലും സ്വാധീനം ഉണ്ടാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടതാണ് ഈ ജനകീയ രോഷം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇതൊക്കെ പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ്. എന്താണോ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത് അതിന്റെ മറ്റൊരു വേർഷനാണ് നമ്മളിപ്പോൾ ഇറാനിൽ കാണുന്നത്.
പ്രേക്ഷകരിൽ പലരും ഓർക്കുന്നുണ്ടാവും, ഏതാനും മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുമ്പ് നമ്മുടെ ഇന്ത്യയിലും സമാനമായ രീതിയിൽ ചില പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ ഇന്ത്യ ഗവൺമെന്റിന്റെ ബുദ്ധിപരമായ ഇടപെടലും നമ്മുടെ സൈന്യത്തിന്റെയും നമ്മുടെ നിയമ സംവിധാനങ്ങളുടെയും മികവ് കൊണ്ടും നമുക്ക് അതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. എന്ന് വെച്ചാൽ വിവിധ രാജ്യങ്ങളിൽ അട്ടിമറി നടത്താൻ ആ രാജ്യങ്ങളിലെ ജനങ്ങളെ തന്നെ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം അമേരിക്കയ്ക്കുണ്ട്. ജെൻസി പ്രക്ഷോഭമെന്നും കർഷക പ്രക്ഷോഭമെന്നും യുവാക്കളുടെ പ്രക്ഷോഭമെന്നും ഒക്കെ പല പേരുകളിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി ലോകരാജ്യങ്ങളിൽ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ അമേരിക്ക എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. യുക്രൈനിൽ അമേരിക്കൻ അനുകൂലമായ ഒരു ഭരണകൂടം കൊണ്ടുവരാനായിട്ട് അവിടെയും ഉണ്ടായി യുവാക്കളുടെ ഒരു വലിയ അട്ടിമറി പ്രതിഷേധം. അങ്ങനെ റഷ്യൻ അനുകൂലനായിട്ടുള്ള ഒരു ഭരണാധികാരിയെ യുക്രൈനിൽ നിന്ന് പുറത്താക്കിയിട്ടാണ് അമേരിക്കൻ പക്ഷക്കാരായിട്ടുള്ള ആൾക്കാരെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നതും ഇപ്പൊ സെലൻസ്കിയെ പോലെ ഒരു പാവയെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നതും. ഇതേപോലെ നിലവിലെ ഇറാൻ ഭരണകൂടത്തെ പുറത്താക്കി ഇവിടെ പകരം അമേരിക്കൻ അനുകൂലമായിട്ടുള്ള ഒരു ഭരണകൂടത്തെ കൊണ്ടുവരാനാണ് ശരിക്കും അമേരിക്ക ശ്രമിക്കുന്നത്. ശരിക്കും ഇതുകൊണ്ട് ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം ഇപ്പൊ ബംഗ്ലാദേശിൽ അട്ടിമറി നടന്നു, ഷേഖ് ഹസീന പുറത്തുപോയി, നമുക്ക് നഷ്ടങ്ങളേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്കുണ്ടായിരുന്ന ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ നമുക്ക് അവിടെ നഷ്ടമായി. മാത്രമല്ല ഈ അവസരത്തിൽ അമേരിക്കയ്ക്കും യൂറോപ്പിനും ചൈനയ്ക്കും ഒക്കെ അനുകൂലമായിട്ട്, അല്ലെങ്കിൽ പാകിസ്ഥാന് വരെ അനുകൂലമായിട്ട് യൂനിസ് ഗവൺമെന്റ് അവിടെ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് നമുക്ക് പലതരത്തിലും നോക്കിയാൽ നഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ചാബഹാർ പോർട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. നാളെ ഇറാനിൽ അധികാരത്തിൽ വരുന്ന ഒരു ഭരണകൂടം ഇന്ത്യയെ ഫേവർ ചെയ്തുകൊണ്ടേ നിൽക്കില്ല. ഉറപ്പായിട്ടും അവരും ചിലപ്പോൾ ഇന്ത്യയെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കും. പാകിസ്ഥാന്റെ ISIക്കും പാകിസ്ഥാനും പിന്തുണ കൊടുത്തുകൊണ്ട് അമേരിക്കൻ അനുകൂലമായിട്ടുള്ള ഒരു ഗവൺമെന്റേ വരൂ. ഇപ്പൊ മനസ്സിലായില്ലേ ട്രംപിന്റെ പാകിസ്ഥാൻ സ്നേഹത്തിന്റെ കാരണം? ട്രംപിന് ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ഇറാനിലാണെങ്കിലും അമേരിക്കയുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പാകിസ്ഥാൻ ആവശ്യമാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒന്നാന്തരം കൂലിത്തല്ലുകാരാണ്. ഇസ്ലാമിക ലോകത്തെ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇസ്ലാം സമൂഹത്തിന്റെ രക്ഷകരാണ് പാകിസ്ഥാൻ എന്നാണ്. യഥാർത്ഥത്തിൽ ഒറ്റുകാരാണ് പാകിസ്ഥാനികൾ. ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിലെ ഒറ്റുകാരാണ്. അവരറിയുന്നില്ല അവരെ കൂടെ നിന്നുകൊണ്ട് പാകിസ്ഥാൻ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.